ഇത് കാത്തിരിപ്പിൻ്റെ നാളുകളാണ്. ജ്ഞാനസ്നാനത്തിലും സ്ഥൈര്യലേപനത്തിലും മറ്റു കൂദാശകളിലും നമുക്ക് ലഭിച്ച പരിശുദ്ധാത്മാവിനാൽ പൊതിയപ്പെടാനുള്ള നാളുകൾ. കൂദാശകളിലൂടെ ലഭിച്ച പരിശുദ്ധാത്മാവിനെ ജ്വലിപ്പിക്കുന്ന അനുഭവമാണ് പരിശുദ്ധാത്മസ്നാനം. യേശു സ്വർഗാരോഹണം ചെയ്ത ദിവസം മുതൽ ശിഷ്യന്മാർ പരിശുദ്ധ അമ്മയോടൊപ്പം ഈ ആത്മസ്നാനത്തിൻ്റെ ആദ്യ പെന്തക്കോസ്തയ്ക്കായി കാത്തിരുന്നു. ഇത് വ്യക്തികളും കൂട്ടായ്മകളും ഇടവകകളും തിരുസഭ മുഴുവനും ഒരു പുത്തൻ പെന്തക്കോസ്തയ്ക്കായി കാത്തിരിക്കേണ്ട സമയമാണ്. കൂദാശകളിലൂടെ നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവുള്ളപ്പോൾ പിന്നെയും ആത്മാവിനെ കാത്തിരിക്കണോ എന്ന് ചിലരെങ്കിലും വിമർശന ബുദ്ധിയ ചോദിച്ചേക്കാം. എന്നാൽ നമുക്കിനിയും ലഭിക്കാത്ത പരിശുദ്ധാത്മാവിനെയല്ല, മറിച്ച് നമ്മുടെ പാപങ്ങളാലും ബലഹീനതകളാലും ശ്രദ്ധക്കുറവിനാലും നിർവീര്യമാക്കപ്പെട്ട അഥവാ നിഷ്ക്രിയമാക്കപ്പെട്ട പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തെ വീണ്ടും സജീവമാക്കാനുള്ള കാത്തിരിപ്പിൻ്റെ കാലമാണിത്. വിശുദ്ധ പൗലോസ് തെസ്സലോനിക്കാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ 5-ാം അധ്യായം 19-ാം വാക്യത്തിൽ പറയുന്നു, ആത്മാവിനെ നിങ്ങൾ നിർവീര്യമാക്കരുത്. ഈ വചനം നൽകുന്ന സൂചന ആത്മാവ് നിർവീര്യമാകാനുള്ള സാധ്യതയുണ്ട് എന്നത് തന്നെയാണ്. ആത്മാവിനെ നിർവീര്യമാക്കരുത് എന്നും ആത്മാവിനെ ഉജ്ജ്വലിപ്പിക്കണമെന്നും പറയുന്നത് പുതിയ നിയമത്തിൻ്റെ ഭാഷയാണ്. 2 തിമോത്തിയോസ് 1-ാം അധ്യായം 6-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, എൻ്റെ കൈവപ്പിലൂടെ നിനക്ക് ലഭിച്ച ദൈവിക വരം വീണ്ടും ഉജ്ജ്വലിപ്പിക്കണമെന്ന് ഞാൻ നിന്നെ അനുസ്മരിപ്പിക്കുന്നു. ഇത് നിരന്തരമായ ദാഹത്തിലൂടെ സംഭവിക്കേണ്ടതാണ്. സ്വർഗാരോഹണ വേളയിൽ ലോകത്തിന് ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ദാനമായ പരിശുദ്ധാത്മാവിനെ വാഗ്ദാനം ചെയ്തുകൊണ്ട് യേശു പറയുന്നു, എൻ്റെ പിതാവിൻ്റെ വാഗ്ദാനം നിങ്ങൾക്ക് ഞാൻ നൽകുന്നു. ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നതുവരെ നഗരത്തിൽ തന്നെ കഴിയുവിൻ. ലൂക്ക 24:49. ഉന്നതത്തിൽ നിന്ന് ശക്തി സ്വീകരിക്കാനല്ല, മറിച്ച് ധരിക്കാനാണ് യേശു ആവശ്യപ്പെടുന്നത്. ഏലിയ ചുഴലിക്കാറ്റിലെടുക്കപ്പെട്ടപ്പോൾ എലീശയുടെ മേലൊരു അഭിഷേകത്തിൻ്റെ മേലങ്കി വന്നു വീണു. മരിച്ചവരെ പോലും ഉയർപ്പിക്കാനുള്ള ശക്തി എലീശായിൽ ഉണ്ടായിരുന്നു. ഇതുപോലെ പ്രകടമായ ആത്മാവിൻ്റെ അഭിഷേകത്തിനായി ദാഹിക്കേണ്ട കാലമാണ് ഇത്. ഇന്ന് തിന്മ മനുഷ്യൻ്റെ ഉള്ളിൽ മാത്രമല്ല, പുറത്തും നിർലജ്ജം വ്യാപിച്ചിരിക്കുന്നു. പണ്ട് രഹസ്യമായി ചെയ്തിരുന്നതും പറഞ്ഞിരുന്നതും ഇന്ന് പരസ്യമായാണ് പറയുന്നതും ചെയ്യുന്നതുമെല്ലാം. വാക്കുകൾക്ക് സെൻസറോ പ്രവർത്തികൾക്ക് ലൈസൻസോ ഇല്ലാത്ത ഒരു കാലം. കേട്ടുകേൾവി പോലുമില്ലാത്ത തിന്മകൾ, ലൈംഗിക വൈകൃതങ്ങൾ, പോർവിളികൾ എന്നിവയാൽ കലുഷിതമായ അന്തരീക്ഷത്തിൽ വിശുദ്ധിയിൽ അജയ്യരായവർ ഉണരാൻ സമയമായി. ആത്മാവിൻ്റെ അപരിമേയമായ ശക്തി വെളിപ്പെടേണ്ടതായിട്ടുണ്ട്. There should be an unleashing of the power. ആത്മാവിൻ്റെ അപരിമേയമായ ശക്തി പുറത്തോട്ട് പുറപ്പെടേണ്ട ഒരു കാലഘട്ടമാണിത്. ആത്മാഭിഷേകം നിറഞ്ഞ ദൈവസ്നേഹാഗ്നിയാൽ എരിയുന്ന ഹൃദയങ്ങൾക്ക് മാത്രമേ ഇനി എന്തെങ്കിലും ദൈവപ്രവൃത്തി ലോകത്തിൽ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഞാൻ അഭിഷേകം പ്രാപിക്കേണ്ടത് എനിക്കോ എൻ്റെ കുടുംബത്തിനോ വേണ്ടി മാത്രമല്ല, തീ പിടിച്ച മനുഷ്യരെ പാപമരണത്തിന് വക്കിലെത്തിയ ഈ ലോകത്തിന് ഇന്ന് ആവശ്യമുണ്ട്. ആത്മാവുള്ളവരല്ല, ആത്മാവിനെ ധരിച്ചവർ. ഒരു വസ്ത്രം പോലെ പരിശുദ്ധാത്മാവിനെ ധരിച്ച മനുഷ്യർ. ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നതുവരെ നഗരത്തിൽ തന്നെ കഴിവിൻ. ലൂക്ക 24:49. ഈ അഭിഷേകത്തിനായി നാം കാത്തിരിക്കാൻ യേശു ആവശ്യപ്പെടുന്ന നഗരം തൻ്റെ പ്രിയമാതാവിൻ്റെ വിമല ഹൃദയം തന്നെയാണ്. നഗരത്തിൽ തന്നെ കഴിയുവിൻ. വിശുദ്ധ അഗസ്തീനോസും മറ്റ് സഭാപിതാക്കന്മാരും മറിയത്തെ വിളിക്കുന്നത് ദൈവത്തിൻ്റെ നഗരമെന്നാണ്. തൻ്റെ പുത്രന് ആലയമാകാൻ ദൈവപിതാവ് നേരിട്ട് കണ്ടെത്തിയ ഇടമാണ് പരിശുദ്ധ കന്യക. പൂർണ്ണ ദൈവമായ യേശുവിനെ പൂർണ്ണ മനുഷ്യനായി മറിയത്തിൽ രൂപപ്പെടുത്താൻ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചതുപോലെ പൂർണ്ണമായും തീവ്രമായും തീക്ഷ്ണമായും പരിശുദ്ധാത്മാവ് മറ്റേതെങ്കിലും വ്യക്തിയിലോ സമൂഹത്തിലോ പ്രവർത്തിച്ചിട്ടുണ്ടാവത്തില്ല. വിശുദ്ധ ലൂയി ഡി മോൺഫോർട്ട് പറയുന്നത് പോലെ, എവിടെ മറിയത്തെ കാണുന്നു അവിടെ പരിശുദ്ധാത്മാവ് അതിശക്തമായി
ശക്തമായി വന്നാവസിച്ച് യേശുവിനെ അവിടെ രൂപപ്പെടുത്തും. അപ്പോസ്തല പ്രവർത്തനങ്ങളുടെ ആരംഭത്തിൽ നാം കാണുന്ന പെന്തക്കോസ്ത പരിശുദ്ധ കന്യകയോടൊപ്പമാണ് സംഭവിച്ചതെങ്കിൽ ഞാൻ അഭിഷേകം പ്രാപിക്കാൻ ഈ കന്യകയുടെ സാന്നിധ്യം ആവശ്യമുണ്ട്. പെന്തക്കോസ്തായ്ക്ക് ഒരുങ്ങുന്ന മെയ് 29 മുതൽ ജൂൺ 7 വരെയുള്ള ദിവസങ്ങളിൽ ജപമാല ചൊല്ലിയും അരമണിക്കൂറെങ്കിലും വ്യക്തിപരമായോ കൂട്ടമായോ സ്തുതിച്ച് പ്രാർത്ഥിച്ചും പരിശുദ്ധാത്മാവിൻ്റെ പ്രകടമായ അഭിഷേകത്തിനായി നമ്മെ തന്നെ ഒരുക്കാം. ഒരു പുതിയ പരിശുദ്ധാത്മ സ്നാനം, ഒരു പുതിയ അഭിഷേകം, ഈ കാലഘട്ടത്തിന് വേണ്ട കൃപാവരങ്ങൾ, വരങ്ങൾ, ദൈവശക്തി, പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ, ഫലങ്ങൾ നമ്മിൽ നിറയപ്പെടുവാനും അത് പ്രകടമായി മറ്റുള്ളവർക്ക് ദർശിക്കാനും ഇടയാവണം. അതിനുവേണ്ടി നമുക്ക് ആഗ്രഹിച്ച് കാത്തിരിക്കാം. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് നമ്മെ ഓരോരുത്തരെയും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.